മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. The first question it is, the approximate ratio of the peaks at m by z values 98, 100 and 102 in the mass spectrum of 1,2-dichloroethane will be. Option A 3:1:1, B 9:6:1, C 1:2:1 and D 1:1:2. So it is a question related with the mass spectrum. Mass spectrum ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ചോദ്യം 1,2-ഡൈക്ലോറോഈഥെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഫസ്റ്റ് 1,2-ഡൈക്ലോറോഈഥെയിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഈസ് 1,2-ഡൈക്ലോറോഈഥെയിൻ. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ 2 ക്ലോറിൻ ആറ്റമുണ്ട്. അപ്പം ക്ലോറിൻ ആറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്ലോറിൻ ആറ്റത്തിന് 2 ഐസോടോപ്പുകളുണ്ട്, ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37. ഈ ഐസോടോപ്പുകളുടെ അബണ്ടൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദറ്റ് ഈസ് 1 ആൻഡ് 3. ക്ലോറിൻ 35 അതിൻ്റെ അബണ്ടൻസ് 1 ആണ്. ദെൻ ക്ലോറിൻ 37 എന്ന ഐസോടോപ്പിൻ്റെ അബണ്ടൻസ് 3 ആണ്. സോ ഇവിടെ 2 ക്ലോറിനുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പോസിബിലിറ്റീസ് ഒന്നുകിൽ 2 ക്ലോറിനും 35 ആകാം. ബോത്ത് ക്ലോറിൻ ആറ്റം മസ്റ്റ് ബി Cl35 ഐസോട്ടോപ്പ്. ഓക്കെ, അതർവൈസ് ഒരു ക്ലോറിൻ ആറ്റം 35ഉം അടുത്ത ക്ലോറിൻ ആറ്റം 37ഉം ആകാം. ദെൻ ഒരു ക്ലോറിൻ ആറ്റം 37ഉം അടുത്ത ക്ലോറിൻ ആറ്റം 35ഉം ആകാം. ദെൻ ബോത്ത് ക്ലോറിൻ 37 ആകാം. ഇങ്ങനെ 4 പോസിബിലിറ്റി ആണ് ഇവിടെ ക്ലോറിൻ ആറ്റം കാണപ്പെടാൻ സാധിക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഓരോന്നിൻ്റെ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ ക്ലോറിൻ 35, 2 ക്ലോറിനും ക്ലോറിൻ 35 എന്ന ഐസോടോപ്പ് ആണ് എങ്കിൽ അതിൻ്റെ അബണ്ടൻസ് റേഷ്യോ 1:1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ എന്താണ്, 2ൻ്റെയും 1 ആണ്. ക്ലോറിൻ 35 ഇവിടെയും 1 ആണ്. സോ 1:1 ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് വൺ, 1 ക്ലോറിൻ 35, സോ ദറ്റ് ഈസ് 1. രണ്ടാമത്തത് ക്ലോറിൻ 37 ആണ്, ഇൻറ്റു അതിൻ്റെ അബണ്ടൻസ് എത്ര, 3 ആണ്. സോ 3 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, മൂന്നാമത്തെ ആളുകളോ, 1 ക്ലോറിൻ 37, that is its abundant it is 3. Then second one chlorine 35, its abundant it is 1, so is equal to 3. But here ഇവിടെ ശ്രദ്ധിക്കുക, 2 ഈക്വൽ പ്രൊപ്പോർഷൻസ് അല്ലേ, ഒരു ക്ലോറിൻ 35ഉം ഒരു ക്ലോറിൻ 37. അത് തന്നെ തിരിച്ചെഴുതിയിരിക്കുകയല്ലേ, ഒരു ക്ലോറിൻ 37 ആൻഡ് ഒരു ക്ലോറിൻ 35. സോ ഇത് രണ്ടും സെയിം ആണ്. സോ 3 + 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇതിന് രണ്ടിനെ കോമൺ 6. മൂന്നാമത്തെ പോസിബിലിറ്റി, 2 ക്ലോറിനും ക്ലോറിൻ 37 എന്ന ഐസോടോപ്പ് ആകാം. അപ്പോഴെങ്ങനെയാണ് അബണ്ടൻസ്, 3 × 3 ഈസ് ഈക്വൽ ടു 9. സോ ഇതിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടി 961. ഓക്കെ, അതർവൈസ് നമുക്കറിയാം 1,2-ഡൈക്ലോറോഈഥൈൻ. ഓക്കെ, അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ് C2H4. ഇതിൻ്റെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് നമുക്ക് നോക്കാം. കാർബണിൻ്റേത് 12 ആണ്. ഓക്കെ, സോ 2 കാർബൺ ഉണ്ട്, 2 × 12 പ്ലസ് ഹൈഡ്രജൻ്റേത് 1 ആണ്, 4 ഹൈഡ്രജൻ ഉണ്ട്, 1 × 4. സോ ടോട്ടൽ 2 × 12 24. 24 + 4 28. ഓക്കെ ആണല്ലോ, 28. ദെൻ ശ്രദ്ധിക്കുക, 1,2-ഡൈക്ലോറോഈഥെയിൻ. ഇതിനോടൊപ്പം 2 ക്ലോറിൻ 35 ആണ് എങ്കിൽ ദാറ്റ് ഈസ് C2H4
പ്ലസ് Cl35 2 Cl35 ആണ് എങ്കിൽ എങ്ങനെയാണ് 28 കോമൺ ആണ് 28 പ്ലസ് 35 പ്ലസ് 35 എത്രയാണ് വരുന്നത് 98 ഓക്കെ ആണല്ലോ സോ ഫസ്റ്റ് മാസ് 98 ദെൻ രണ്ടാമതായിട്ട് ഒരു ക്ലോറിൻ 35 ഒരു ക്ലോറിൻ 37 ആണെങ്കിലോ 28 that is common for C2H4 then 35 plus 37 okay so we will get 100 മൂന്നാമത്തെയോ 28 that's all for common then 37 രണ്ടും Cl37 ആണ് എങ്കിൽ we will get the answer 102 so 98 100 and 102 so the actual ratio it is 9:6:1 option number B is right clear ആണല്ലോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ക്ലോറിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാസ് സ്പെക്ട്രത്തിൽ ക്ലോറിനുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലോറിന് രണ്ട് ഐസോട്ടോപ്പുകൾ ഉണ്ടെന്നും ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37 അതിൻ്റെ അബണ്ടൻസ് റേഷ്യോ ദറ്റ് ഈസ് 1:3 ഓക്കെ ക്ലോറിൻ 35 1ഉം ക്ലോറിൻ 37 3യുമാണ് അതിൻ്റെ അബണ്ടൻസ് റേഷ്യോ ആ റേഷ്യോ വെച്ചിട്ട് വേണം ആ പ്രോബ്ലം ചെയ്യാൻ അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ദ അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് ദി പീക്സ് അറ്റ് എംബൈസ്ഡ് വാല്യൂസ് 98 100 and 102 in the mass spectrum of 1,2-dichloroethane will be 9:6:1 ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് the bonding in metal carbonyls can be identified using അപ്പോൾ മെറ്റൽ കാർബണൈലിൻ്റെ ബോണ്ടിങ് ഏത് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് മനസ്സിലാക്കാം ഓപ്ഷൻ എ UV സ്പെക്ട്രോസ്കോപ്പി ഓപ്ഷൻ ബി IR സ്പെക്ട്രോസ്കോപ്പി ഓപ്ഷൻ സി C13 NMR ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് അപ്പോൾ എന്താണ് മെറ്റൽ കാർബണൈൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ സോ ദിസ് ഈസ് മെറ്റൽ കാർബണൈൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്താണ് മെറ്റൽ കാർബണൈൽ സോ കാർബണൈൽ ഇറ്റ് ഈസ് എ ഗുഡ് ലിഗാൻഡ് ഓക്കെ സോ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ മെറ്റൽ ഇറ്റ് ഈസ് കോൾഡ് മെറ്റൽ കാർബണൈൽ കാർബണൈൽ എന്ന ലിഗാൻഡ് ഏതെങ്കിലും മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് മെറ്റൽ കാർബണൈൽ ആണല്ലോ മെറ്റൽ കാർബണൈലിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഞാൻ തന്നെ പഠിപ്പിച്ചതാണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അറിയാമായിരിക്കാം ഒന്നാമത്തേതായിട്ട് C∼O the stretching frequency it is 2143 centimeter inverse രണ്ടാമതായിട്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് കാർബണൈൽ ശ്രദ്ധിക്കുക ഇത് ടെർമിനലാണ് ടെർമിനൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് അബൌട്ട് 2120 to 1850 centimeter inverse okay then stretching frequency at bridging അതായത് ബ്രിഡ്ജിങ് പൊസിഷനിലാണെങ്കിൽ stretching frequency about 1850 to 1750 centimeter inverse okay so ഒരിക്കൽ കൂടി പറയുന്നു ഫ്രീക്വൻസി പറയുന്നത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ മെറ്റൽ കാർബണൈലിൻ്റെ ബോണ്ടിങ് ഓക്കെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വെച്ച് പറയുന്നു ട്രിപ്പിൾ ബോണ്ട് ഓ ദെൻ 2143 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും ദെൻ ടെർമിനൽ ആണെങ്കിൽ ടെർമിനൽ കാർബണൈൽ ആണെങ്കിൽ then 2120 to 1850 centimeter inverse ആയിരിക്കും then ബ്രിഡ്ജിങ് കാർബണൈൽ ആണെങ്കിലോ 1850 മുതൽ 1750 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന റേഞ്ചിലായിരിക്കും സോ ഓൾ ദീസ് ഡേറ്റ കമ്മിങ് ഫ്രം IR സ്പെക്ട്രോസ്കോപ്പി
എല്ലാ ഡേറ്റാസും തരുന്നത് ഈ വാല്യൂസ് എല്ലാം മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് IR സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നാണ്. സോ ഈ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ബ്രിഡ്ജിങ് ആണോ, ടെർമിനലാണോ, അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ്, എന്താണ് അവിടുത്തെ ബോണ്ടിങ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ the bonding in metal carbonyls can be identified using which spectroscopy? Yes, it is option B, IR spectroscopy. Clear ആണല്ലോ? Yes. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. Next question it is, magnetic moment of CO H2O 6 times 2 plus is approximately. ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. നോക്കാം നമുക്ക്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കോംപ്ലക്സ് നമുക്ക് ഫെമിലിയർ ആവാം. കൊബാൾട്ടിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് CO H2O 6 times 2 plus. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ്. ഓക്കെ, കൊബാൾട്ട് വിത്ത് ഹെക്സാ അക്വാ കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ ഹെക്സാ അക്വാ കൊബാൾട്ട് കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമ്മൾക്കറിയാം കൊബാൾട്ട് ആണ്. ദെൻ ലിഗാൻഡ് ആയിട്ടുള്ളത് എന്താണ്? വാട്ടർ ആണ്. സോ ഇറ്റ് ഈസ് എ വീക്ക് ലിഗാൻഡ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് എന്താണ്? ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ദിസ് കോംപ്ലക്സ് ഈസ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്. ദെൻ 6 വാട്ടർ മോളിക്യൂൾ ആണ്. സോ ഇറ്റ് ഈസ് എ ഒക്ടാഹെഡ്രൽ മോളിക്യൂൾ. അപ്പോൾ ഇത് നമുക്ക് പ്രൈമറി, ആ ഒരു കോംപ്ലക്സിൽ നിന്നും നമുക്ക് പ്രൈമറി കിട്ടുന്ന ഐഡിയ ആണ്. ഇറ്റ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. Then the water, it is a weak ligand, so it is a high spin complex. ഇതെല്ലാം നമുക്ക് പ്രൈമറി കിട്ടുന്ന ഐഡിയ ആണ്. ഇതിൽ നിന്ന് നമുക്ക് അടുത്ത് ഡെവലപ്പ് ചെയ്യാം, മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സോ ഹിയർ കൊബാൾട്ട് വിച്ച് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണല്ലോ. കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൊബാൾട്ട് കോൺഫിഗറേഷൻ 4s2 3d7. This is cobalt, the electronic configuration of cobalt. അപ്പോൾ ഇവിടെ കൊബാൾട്ട് 2+ ആണ്. കൊബാൾട്ട് എന്താണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കം 3d7 ആണല്ലോ. യെസ്. അപ്പോൾ ഡി ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 7 ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഡി ഷെല്ല് വരയ്ക്കാം. ഓക്കെ, 7 ഇലക്ട്രോണുകളെ ഇതിൽ അറേഞ്ച് ചെയ്യണം. സോ നമുക്കറിയാം -2 -1 0 1 2 7 ഇലക്ട്രോണുകളാണ്. ഫസ്റ്റ് ഓരോന്നും ഹാഫ്ലി ഫിൽഡ് ആക്കാം. 5, ദെൻ 6 7. ഓക്കെ ആണല്ലോ. സോ 3 ഇലക്ട്രോണുകളുണ്ട്. 3 ഇലക്ട്രോണുകൾ എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോണുകളാണ്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. T2g ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, ഹൈ സ്പിൻ ആയതുകൊണ്ട് T2g and EG. സോ T2gയിൽ ഇങ്ങനെയും വരയ്ക്കാം. സോ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് എഴുതാം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 3. അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം അറിയാമെങ്കിൽ ഈസിയാണ്. എന്ത്? മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. So the magnetic moment it is n+1, where n is the number of unpaired electrons. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇറ്റ് ഈസ് 3 അല്ലേ? അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയായിരിക്കും? 3 + 1 = അപ്രോക്സിമേറ്റ്ലി 4 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 2.5 BM. BM മീൻസ് ബോർ മാഗ്നറ്റോൺ. ദെൻ ഓപ്ഷൻ ബി 5.3. ഓപ്ഷൻ സി 3.9 ആൻഡ് ഡി നൺ ഓഫ് ദിസ്.
നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4 അപ്രോക്സിമേറ്റ്ലി 4 ആണ് കിട്ടിയത്. ഹിയർ ഓപ്ഷൻ സിയിൽ 3.9 ബോർ മാഗ്നറ്റും ഉണ്ട്. സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4. സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഏതൊരു കോംപ്ലക്സിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ്, അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെൻറ്റ്. കൊബാൾട്ട് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. ലാന്തനൈഡ് ആക്റ്റിനൈഡ് വരുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, സോ എനിവേ ട്രാൻസിഷൻ കോംപ്ലക്സ് ഏത് തന്നെ വന്നാലും ഫസ്റ്റ് യു ഡിറ്റർമൈൻ in electronic configuration. Okay, then you find out whether the given ligand is weak or strong. തന്നിരിക്കുന്ന ligand weak ആണോ strong ആണോ എന്ന് കണ്ടുപിടിക്കുക. weak ആണ് എങ്കിൽ അതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. സ്ട്രോങ് ആണെങ്കിലോ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ദെൻ അവിടെ ചെറിയ പ്രത്യേകതയുണ്ട്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ അങ്ങനെ ചെറിയ എക്സെപ്ഷണൽ കേസുകളുണ്ട്. എനിവേ ലോ സ്പിൻ ഹൈ സ്പിൻ ചെക്ക് ചെയ്യുക. ദെൻ T2G EG ലെവലിൽ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്രകാരം. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. സോ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് +1 ആയിരിക്കും ആ കോംപ്ലക്സിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ 4 ആണെങ്കിൽ 3.9, 5 ആണെങ്കിൽ ചിലപ്പം 4.9 ആയിരിക്കാം. അപ്പോൾ എന്താണോ ആൻസർ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ദ ക്വാർട്ടർ ലൈഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ക്വാർട്ടർ ലൈഫാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ln2/k, ഓപ്ഷൻ ബി ln.4/k, ഓപ്ഷൻ സി ln5/k ആൻഡ് ഓപ്ഷൻ ഡി ln4/k. സോ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിലും നമ്മൾ 4 ഓർഡർ റിയാക്ഷനെ ഒന്നും കൂടി ഫെമിലറൈസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആൻഡ് തേർഡ് ഓർഡർ റിയാക്ഷൻ. 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ദറ്റ് ഈസ് K0 മറക്കരുത് 1/t ഇൻറ്റു A0 മൈനസ് എ. 1/t ഇൻറ്റു A0 മൈനസ് എ ആണ് എന്ത് 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത് 1/t ഇൻറ്റു ln A0/a. 1/t ഇൻറ്റു ln A0/a ആണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ റേറ്റ് കണ്ടുപിടിക്കും 1/t ഇൻറ്റു 1/a മൈനസ് 1/a0. 1/t ഇൻറ്റു 1/a മൈനസ് 1/a0. സോ ഹിയർ 1/a ആണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് A0, അത് മറക്കരുത്. ദെൻ തേർഡ് ഓർഡർ റിയാക്ഷൻ K3. തേർഡ് ഓർഡർ റിയാക്ഷൻ K3 1/2t ഇൻറ്റു 1/a² മൈനസ് 1/a02. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഓർഡറിൻ്റെയും 0 ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡറിൻ്റെയും തേർഡ് ഓർഡറിൻ്റെയും റിയാക്ഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? ഇവിടുത്തെ ചോദ്യം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ ആവശ്യമുള്ള ഇക്വേഷൻസ് ഏതാണ്? K1 ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റു ln A0/a. നോക്കാം, നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് വീണ്ടും എഴുതുന്നു. K1 ഈസ് ഈക്വൽ ടു 1/t ln A0/a. ഓക്കെ, ഹാഫ് ലൈഫ് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? എങ്ങനെയാണ് ഹാഫ് ലൈഫ് എടുക്കുന്നത്? A0 ഇസ് ദ ഇനിഷ്യൽ, ഓക്കെ, A എന്ന് പറയുന്നത് ഫൈനൽ. സോ ഹാഫ് ലൈഫ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു A0/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് കിട്ടും. ശരിയല്ലേ? അപ്പം ക്വാർട്ടർ ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ, A ഈസ് ഈക്വൽ ടു A0/4. എക്ക് പകരം എന്ത് ഇട്ട് കൊടുത്താൽ മതി? A0/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാർട്ടർ ലൈഫ് കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 1ലേക്ക് എക്ക് പകരം A0/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വി വിൽ ഗെറ്റ് ദി ആൻസർ. ക്ലിയർ? സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. K1 ഈസ് ഈക്വൽ ടു 1/t ln
A0 ഡിവൈഡഡ് ബൈ എക്ക് വരെ എന്താ കൊടുക്കണ്ടേ A0/4. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും K1 ഈസ് ഈക്വൽ ടു 1/T ln. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പോയി, ഇത് മേളിൽ പോയി ln 4. സോ നമുക്ക് ക്വാർട്ടർ ലൈഫ് പീരീഡ് ഓഫ് ടൈം ആണ്. സോ K1 ഇങ്ങോട്ട് കൊടുക്കുക, T അങ്ങോട്ടേക്ക് കൊടുക്കുക. സോ T ഈസ് ഈക്വൽ ടു 1/K1 ln 4. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ln 4 ഡിവൈഡഡ് ബൈ. സോ ln 4 ഡിവൈഡ് ബൈ K ഉണ്ടോ നോക്കാം. ln 4 ഡിവൈഡ് ബൈ K. യെസ്, ഓപ്ഷൻ ഡിയിൽ എന്താണ് ln 4 ഡിവൈഡ് ബൈ K ആണ്. ക്ലിയർ ആണോ? സോ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, തേർഡ് ഓർഡർ റിയാക്ഷൻ, അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ്. ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ്, എവിടെ റേറ്റ് ലോ എഴുതുക, അല്ലെങ്കിൽ റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്ക് പകരം A0/2 ഇട്ടാൽ എന്താണ് ഹാഫ് ലൈഫ്. ഓക്കെ, A0/4 ഇട്ടാലോ ക്വാർട്ടർ ലൈഫ്. ഓക്കെ ആണല്ലോ. അപ്പം ക്വാർട്ടർ ലൈഫ് കാണുമ്പോൾ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയരുത്. സിമ്പിൾ A0 ഡിവൈഡ് ബൈ 4 ആണ് എന്ത് ക്വാർട്ടർ ലൈഫ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്ക് A0/4 ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. യെസ്. സോ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ റിയാക്ഷൻ, ഓരോന്നിൻ്റെയും റേറ്റ്. സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ് K0 ഈസ് ഈക്വൽ ടു, യെസ് ടെൽ മീ, 1/T ഇൻറ്റു A0 മൈനസ് A. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് K1 ഈസ് ഈക്വൽ ടു 1/T ln A0/A. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ 1/T ഇൻറ്റു 1/A മൈനസ് 1/A0. ആൻഡ് തേർഡ് ഓർഡർ റിയാക്ഷനോ 1/2T ഇൻറ്റു 1/A² മൈനസ് 1/A0². ക്ലിയർ? യെസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ 110 ആൻഡ് 100 പ്ലെയിൻസ് ഇൻ എ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഈക്വൽ ടു. ഒരു സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലിൻ്റെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ദീസ് പ്ലെയിൻ, രണ്ട് പ്ലെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓപ്ഷൻ എ 15. ഓപ്ഷൻ ബി 60, സി 45 ആൻഡ് ലാസ്റ്റ് വൺ നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഓക്കെ, H1 H2 പ്ലസ് K1 K2 പ്ലസ് L1 L2 ഹോൾ ഡിവൈഡഡ് ബൈ root of H1 plus K1 plus L1 into root of H2 plus K2 plus L2. Okay, so H1 H2 plus K1 K2 plus L1 L2 whole divided by H1 square plus K1 square plus L1 square into H2 square plus K2 square plus L2 square. This is the equation for to find out the angle between two planes. ഓക്കെ, രണ്ട് പ്ലെയിനുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷനാണ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു H1 H2 പ്ലസ് K1 K2 പ്ലസ് L1 L2 ഡിവൈഡഡ് ബൈ root of H1 square plus H2 K2 square plus L2 square into root of H2 square plus K2 square plus L2 square. Okay, H1 H2 plus K1 K2 plus L1 L2 whole divided by root of H1 square plus K1 square plus L1 square into H2 square plus K2 square plus L2 square. ഓക്കെ, ഇനി ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തുമ്പോൾ മാത്രം മതി. ഇവിടെ രണ്ട് പ്ലെയിനും തന്നിട്ടുണ്ട്. 1 1 0, ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലെയിൻ. Then 1 0 0, this is the second plane. That means
1 is the H1, this is K1, this is L1, this is H2, K2 and L2. Substitute ചെയ്ത് കൊടുക്കാമല്ലോ. യെസ്, ദാറ്റ് ഈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു H1 എത്രയാണ് 1 ആണ് ഇൻറ്റു H2 എത്രയാണ് 1 ആണ്. ഓക്കെ, പ്ലസ് K1 1 ആണ് ഇൻറ്റു K2 0 പ്ലസ് L1 0 ഇൻറ്റു L2 0 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് H1 സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് K1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു root of H2 square 1 square plus 0 square plus 0 square. അപ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? 1 into 1 1, 1 into 0 0, 0 into 0 0. So 1 divided by 1 square plus 1 square 2. ഇവിടെ 1 square. അപ്പോൾ root 2 into 1, that is root 2. So the answer it is 1 by root 2. Okay, cos theta 1 by root 2 ആണ്. അപ്പോൾ തീറ്റ ആംഗിൾ എത്രയാണ്? അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? കോസ് ഇൻവേഴ്സ് 1 by root 2. കോസ് ഇൻവേഴ്സ് 1 by root 2. അപ്പം കോസിൻ്റെ വില അറിയാമോ? അറിയത്തില്ല. അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ളൊരു സിമ്പിൾ ഇക്വേഷൻ അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെയാണ് 30 45 60 സൈൻ കോസ് ടാൻ. Sin 30 1 by 2, sin 45 1 by root 2, sin 60 root 3 by 2. ഓക്കെ, ഇനി കോസിൻ്റെ വരുമ്പോൾ നേരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് താഴേക്ക് ഇറക്കുക. ദിസ് ഈസ് റൂട്ട് 3 by 2, 1 by root 2, 1 by 2. Then tan 1 by 3, root 3, 1. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് വെച്ച് കോസ് ഇൻവേഴ്സ് 1 by root 2 ഇറ്റ്സ് റിലേറ്റഡ് ടു 45. സോ ദ തീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു 45. ക്ലിയർ? യെസ്. സോ ദ തീറ്റ വാല്യൂ, ദ ആംഗിൾ ബിറ്റ്വീൻ 110 and 100 പ്ലെയിൻ ഇൻ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 45. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ രണ്ട് പ്ലെയിൻ തന്നാൽ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഹൃദയസ്ഥമാക്കുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു H1 H2 പ്ലസ് K1 K2 പ്ലസ് L1 L2 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് H1 സ്ക്വയർ പ്ലസ് K1 സ്ക്വയർ പ്ലസ് L1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് H2 സ്ക്വയർ പ്ലസ് K2 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of protons in the shielded zone of 18 alunyl is option A 6, option B 3, option C 5 and option D 2. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് 18 ആനുലീൻ ആണ്. ഓക്കെ, 18 ആനുലീൻ. സോ 18 ആനുലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാമോ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 18 ആനുലിൻ ആനുലിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് പോകുന്നത്. This is 18 alanine outer layer. So ഇവിടെ ഔട്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന എല്ലായിടത്തും ഹൈഡ്രജൻ കൊടുക്കുക. Here, here. Then alternative ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് 18 alanine. ഇനി അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നിടത്തെല്ലാം ഹൈഡ്രജൻ ഉണ്ട്. Here. This is the structure of 18 aniline.
ഓക്കെ, കാണാൻ നല്ല സുഖമുള്ളൊരു സ്ട്രക്ചറാണ് 18 ആനുലിൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, അകത്തിൽ നമ്മുടെ സ്ട്രക്ചറിന് അകത്ത് ഷീൽഡഡ് ആയിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1, 2, 3, 4, 5 and 6. Okay, so there are 6 shielded hydrogen atom. And എത്ര ഡീഷീൽഡഡ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഡീഷീൽഡഡ് ഹൈഡ്രജൻ ആറ്റം. സോ സ്ട്രക്ചറിനകത്ത് ഷീൽഡ് ചെയ്തപ്പെട്ടിരിക്കുന്ന ആറ്റമാണ് ഹൈഡ്രജൻ. ഇതാണ് ഷീൽഡഡ് ഹൈഡ്രജൻ ആറ്റം. പുറത്തുള്ളതാണെന്ന് ഡീഷീൽഡഡ് ഹൈഡ്രജൻ ആറ്റം. സോ ഏത് ആനുലിൻ ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കുക. ദിസ് ഈസ് 18 ആനുലിൻ ആൻഡ് ഔട്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻസ് എല്ലാം ഡീഷീൽഡഡ് ആണ്. ഇന്നർ സൈഡിലുള്ളത് ഷീൽഡഡ് ആണ്. ക്ലിയർ? സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദി ഷീൽഡഡ് സോൺ ഓഫ് 18 ആനുലിൻ. ചോദ്യം ഷീൽഡഡ് ആണ്. സോ ഷീൽഡ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന ഹൈഡ്രജനുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ സിലിക്കേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സിലിക്കേറ്റ്സ് വിത്ത് കണ്ടിന്യൂസ് 3D ഫ്രെയിംവർക്ക്. ഓപ്ഷൻ എ നീസോസിലിക്കേറ്റ്സ്, ഓപ്ഷൻ ബി ഫൈലോസിലിക്കേറ്റ്, ഓപ്ഷൻ സി ടെക്ടോസിലിക്കേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ സിലിക്കേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വരുമ്പോൾ തന്നെ സിലിക്കേറ്റുകളുടെ എല്ലാം പേരുകൾ ഓർമ്മയിലിരിക്കുക. ഓക്കെ, സിലിക്കേറ്റുകളുടെ പേര് പഠിക്കാൻ ഒരു സിമ്പിൾ മാർഗം പറഞ്ഞുതരാം. TC വാങ്ങിച്ച് റോസ് PD. TC വാങ്ങിച്ച് റോസ് PD. റോസ് PD എന്ന് പറയുന്നത് ഇനിഷ്യലാണ്. ഓക്കെ, TC വാങ്ങിച്ച റോസ് PD. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ്. പേരുകൾ പറയാം. T for Tectosilicates. T for Tectosilicates. Otherwise it is called 3D silicates. Tectosilicates or 3D silicates. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി എങ്കിൽ കൂടിയും മനസ്സിലിരിക്കുക. Then C for chain silicates. Chain silicates. R ring silicates. R എന്താണ്? ring silicates. O orthosilicates. R orthosilicates. Then P S sheet silicates. S എന്താണ്? sheet silicates ആണ്. Then P pyrosilicates. P pyrosilicates. And last one D, it is double chain silicates. So these are the different types of silicates. T for tecto, C chain silicates, ring silicates, orthosilicates, sheet silicates, pyrosilicates and double chain silicates. ഇനി എല്ലാ സിലിക്കേറ്റ്സിലെയും കോമ്പോസിഷൻ സിലിക്കണും ഓക്സിജനും ചേർന്നാണെന്നറിയാം ആണല്ലോ. ഇനി ഇത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. TC റോസ് PD ആണ്. സോ 1 1 1 1 2 2 4. ഈ നമ്പറുകൾ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിരിക്കുക. 1 1 1 1 2 2 4. ഓക്സിജൻ പഠിക്കാനുള്ള നമ്പറുകൾ, ഫസ്റ്റ് നമ്പർ ഇറ്റ് ഈസ് 2 2 3 3 4 5 7 and 11. ദിസ് ഈസ് ദി സിലിക്കൺ ആൻഡ് ഓക്സിജൻ കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു കോഡും ഈ ഒരു നമ്പറും പഠിച്ചാൽ സിലിക്കേറ്റ്സ് കംപ്ലീറ്റ് നിങ്ങളുടെ മനസ്സിലിരിക്കും.
ഓക്കെ, സോ ഓർത്ത് വെച്ചിരിക്കുക, TC വാങ്ങിച്ച റോസ് PD, ഓരോ സിലിക്കേറ്റ്സ് ടെക്ടോ, ചെയിൻ, റിംഗ്, ഓർത്തോ, ഷീറ്റ്, പൈറോ ആൻഡ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ്. നമ്പറുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സിലിക്കൺ 1 1 1 1 2 2 4, ഓക്സിജൻ 2 3 3 4 5 7 11. അപ്പോൾ ഇത് എങ്ങനെയാണ് കോമ്പിനേഷൻ എഴുതുന്നത്? ഫസ്റ്റ് വൺ ടെക്ടോ സിലിക്കേറ്റ്സ്. ആദ്യത്തെ ടെക്ടോ സിലിക്കേറ്റ്സ് ആണ്. ദാറ്റ് ഈസ് SI. എത്ര സിലിക്കൺ ഉണ്ട്? ഒരേ ഒരു സിലിക്കൺ. എന്താണ്ട് SI എത്ര? 1. ഓക്സിജൻ എത്ര ഉണ്ട്? 2. ദാറ്റ് ഈസ് O2. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. N 2N മൈനസ്, N 2N മൈനസ്. ഈ ഒരു ഫോർമാറ്റിലാണ് എല്ലാ കോമ്പിനേഷനും എഴുതേണ്ടത്. രണ്ടാമതായിട്ട് ചെയിൻ സിലിക്കേറ്റ്സ്. ദിസ് ഈസ് ഫോർ ടെക്ടോ. ചെയിൻ സിലിക്കേറ്റ്സിന് എങ്ങനെയാണ്? SI എത്ര ഉണ്ട്? ഒരെണ്ണമുണ്ട്. ഓക്സിജൻ എത്ര ഉണ്ട്? 3 എണ്ണമുണ്ട്. സോ SiO3, N 2N മൈനസ്. ഓക്കെ, മൂന്നാമത്തത് റിംഗ് സിലിക്കേറ്റ്സ്. SI എവിടെ എത്ര ഉണ്ട്? ഒരെണ്ണമുണ്ട്. ദെൻ ഓക്സിജൻ എവിടെ എത്ര ഉണ്ട്? 3 എണ്ണമുണ്ട്. സോ ദ സെയിം ഇക്വേഷൻ ഇറ്റ് ഈസ് SiO3, N 2N മൈനസ്. നാലാമത്തത് ഓർത്തോ വരുമ്പോഴോ SI ഒരെണ്ണമുണ്ട്, ഓക്സിജൻ 4 എണ്ണമുണ്ട്, N 2N മൈനസ്. സോ ദിസ് ഈസ് ഫോർ ഓർത്തോ സിലിക്കേറ്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡബിൾ ചെയിൻ വരുമ്പോഴോ SI എത്ര ഉണ്ട്? 4 എണ്ണമുണ്ട്. സോ SI 4 ടൈംസ്. ദെൻ ഓക്സിജൻ എത്ര ഉണ്ട്? 11 എണ്ണമുണ്ട്. സോ O11, N 2N മൈനസ്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. TC വാങ്ങിച്ച റോസ് PD. ഓക്കെ, ടെക്ടോ, ചെയിൻ, റിങ്, ഓർത്തോ, ഷീറ്റ്, പൈറോ, ദെൻ ലാസ്റ്റ് വൺ ഡബിൾ ചെയിൻ. അതിൽ ഓരോന്നിൻ്റെയും കോമ്പിനേഷൻ മനസ്സിലാക്കി വെച്ചിരിക്കുക. സിലിക്കൺ 1 1 1 1 2 2 4, ഓക്സിജൻ 2 3 3 4 5 7 ആൻഡ് 11. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആൻഡ് ക്ലിയർലി ഈ പേര് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഫസ്റ്റ് വൺ ടെക്ടോ സിലിക്കേറ്റ്സ്, അതർവൈസ് 3D സിലിക്കേറ്റ്സ്. അതായത് ടെക്ടോ സിലിക്കേറ്റ് 3D ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ടാണ് ദ ടെക്ടോ സിലിക്കേറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് 3D സിലിക്കേറ്റ്സ്. Okay, then chain, ring, ortho, sheet, pyro and double chain. These are the different types of silicates. And here the question it is silicates with a continuous 3D framework. പേര് പഠിച്ചപ്പോൾ തന്നെ അതിന് ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ സംടൈംസ് ക്വസ്റ്റ്യനിൽ കോമ്പിനേഷൻ ആയിരിക്കാം ചോദിക്കുന്നത്. എത്ര സിലിക്കൺ, എത്ര ഓക്സിജനും ചേർന്നാണ് എന്ത് ഷീറ്റ് സിലിക്കേറ്റ്സ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ 5-6 ഓപ്ഷൻസ് കാണും, 4 ഓപ്ഷൻ കാണും. ഓക്കെ, സോ കൃത്യമായിട്ട് നമ്പർ ഓർത്തിരിക്കുക. ഷീറ്റ് സിലിക്കേറ്റ് ആണെങ്കിൽ 2 സിലിക്കൺ ഉണ്ടായിരിക്കും, 5 ഓക്സിജൻ ഉണ്ടായിരിക്കും. ദെൻ N 2N മൈനസ്. അങ്ങനെയും ചോദിക്കാം, അതർവൈസ് പേര് വെച്ച് ചോദിക്കാം. Okay, so tectosilicate is otherwise called 3D silicate. So the option it is A, nesosilicate, it is wrong. Option B, phyllosilicates, wrong. Then option C, tectosilicates, yes. So the 3D silicates otherwise called tectosilicates. Clear analo? Yes. At the question like the packing fraction of a HCP lattice is. Okay, ചോദ്യം ഇതാണ്, HCP ലാറ്റിസിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. HCP ഹെക്സഗണൽ ക്യൂബിക് പാക്കിംഗ്. ഓക്കെ, ക്ലോസ് പാക്കിംഗ്, ക്യൂബിക് പാക്കിംഗ്. ഓക്കെ, സോ HCP ഉണ്ട്. നമുക്ക് സിമ്പിൾ ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചപ്പോഴേ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചു ഏതൊക്കെ സിസ്റ്റങ്ങളാണ്? ഒന്ന് സിമ്പിൾ ക്യൂബിക്, then 2 ബോഡി സെൻറ്റേഡ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും നോക്കാം നമുക്ക്. ബോഡി സെൻറ്റേഡ്. അടുത്തത് ഫേസ് സെൻറ്റേഡ്. നാലാമത്തത് HCP. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് സ്റ്റേറ്റിൽ. സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, HCP. ഇനി എങ്ങനെയാണ് പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുക.
പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു വോളിയം ഓഫ് ദി ആറ്റം divided by volume of the cube. Volume n into volume of the atom divided by volume of cube. Okay, n ഓരോരുത്തടുത്തും എത്രയാണ് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഓരോരുത്തടുത്തും എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ക്യൂബിക് സെല്ലിലാണെങ്കിൽ 1, ബോഡി സെൻറ്റേഡ് ആണെങ്കിലോ ഫേസ് സെൻറ്റേഡിലാണെങ്കിലോ ഓരോന്നിൻ്റെയും നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? കൃത്യമായിട്ട് അറിയാമല്ലോ. യെസ്. സോ n ഇൻറ്റു വോളിയം ഓഫ് ദി ആറ്റം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ്. വോളിയം ഓഫ് ദി ക്യൂബ് എല്ലായ്പ്പോഴും a ക്യൂബ് ആയിരിക്കും. ഓക്കെ, വോളിയം ഓഫ് ദി ആറ്റമോ 4/3 πr ക്യൂബ്. സോ ആറിനവിടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആറും എയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഏതാണോ ചോദിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എയുടെ വേർഷൻ ഇട്ട് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. ക്രിയകൾ ചെയ്യണ്ട, ബിക്കോസ് ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് ഈച്ച് യൂണിറ്റ് സെൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് സിമ്പിൾ ക്യൂബിക്. പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത് packing fraction of simple cubic it is 54%. Okay, then packing fraction of second one BCC. BCC means body centered cubic. Body centered cubic in the packing fraction എന്ന് പറയുന്നത് 68% ആണ്. Okay, then മൂന്നാമത്തത് FCC face centered cubic. So face centered cubic in the packing fraction 74% ആണ്. Then HCP the percentage it is also 74. ഓക്കെ, അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് പെർസെൻറ്റേജിലോട്ട് ആക്കിയതാണ് ഈ 54, 68, 74, 74 എന്നുള്ളത്. അതർവൈസ് വി വിൽ ഗെറ്റ് ദ ആൻസർ 0.544 സിമ്പിൾ ക്യൂബിക്, ദെൻ 0.684 BCC, then 0.744 FCC and 0.744 HCP. Okay, so the packing fraction of HCP lattice is close to HCP നമ്മൾ പറഞ്ഞു 0.74. So option A 0.74 it is the right option. Okay, so ഈ values എല്ലാം വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കാൻ നമ്മൾക്ക് എക്സാം ടൈമിൽ ആ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം കുറവായിരിക്കും. n ഇൻറ്റു വോളിയം ഓഫ് ദി ആറ്റം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ് ചെയ്യാം നിങ്ങൾക്ക്. ബട്ട് ടൈം ഇറ്റ് ഈസ് പ്രഷ്യസ് ഫോർ എവറി എക്സാം. എല്ലാ എക്സാമിനും ടൈം വളരെ വിലപ്പെട്ടതാണ്. സോ അതുകൊണ്ട് ഇത്രയും ടൈം കൺസ്യൂം ചെയ്യാം. അപ്പോൾ ഈ എന്താണ് സിമ്പിൾ ക്യൂബിക്കിൻ്റെ 554 ആയിരിക്കും, BCCയുടെ 68 ആയിരിക്കും, HCPയുടെ 74 ആയിരിക്കും, FCCയുടെയും 74 ആയിരിക്കും. ഓക്കെ, സോ ദീസ് വാല്യൂസ് ആർ കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് HCP ഈസ് 0.74.